Hi everybody, welcome back to Set Vlogs. സെറ്റ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗായ്സ് ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ശരിക്കും ഗുഡ് മോർണിംഗ് ആണ്. രാവിലെ 6:45 7 മണിയായതേ ഉള്ളൂ. ഞങ്ങൾ 7 മണിക്ക് എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് വെളുപ്പിന് ഉറക്കം എണീച്ചപ്പം എനിക്കും കുക്കുവിനും ഒരേ കണക്കൊരു തോന്നൽ, ഇവിടെ വന്നൊന്ന് ചാടി കുളിക്കാമെന്ന് കാപ്പിൽ. ഇത് നമ്മൾ ഇതേവരെ ഇവിടെ വെളുപ്പിനെ ഒന്ന് കുളിച്ചിട്ടില്ല. അപ്പോൾ വെളുപ്പിനെ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് ചാടിത്തുള്ളി ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങോട്ടുള്ള വരവും കാര്യങ്ങളൊക്കെ. പക്ഷേ അതല്ല ഇന്നത്തെ വ്ളോഗ് അതല്ല ഗൈസ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഒരു 3 കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. അങ്ങനെ ഇപ്പം ഈ കാപ്പിലെ ബീച്ചിൽ എനിക്ക് തോന്നുന്നു ഞാനും കുക്കും മാത്രമേ ഉള്ളതെന്ന് തോന്നുന്നു. ഇവിടെ വേറൊരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല ഇവിടെയൊന്നും. അപ്പോൾ ഞാനും അവരും കൂടെ രാവിലെ ഇങ്ങനെ കുക്കും പറിച്ച് വന്നേക്കാണ്. എൻ്റെ ബാക്കിൽ കാണുന്നതിന് കാപ്പിൽ ബീച്ച് ഞാൻ പ്രത്യേകിച്ച് കാണിക്കേണ്ട, നമ്മുടെ വ്ളോഗിലൊക്കെ ഒരുപാട് വന്നതാണ്. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞില്ല, ഒരു 3 വീഡിയോ നിങ്ങളെ കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ. അതിൻ്റെ അത് ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചങ്ക് ഒരു ചേട്ടനുണ്ട്, അച്ചോണൻ എന്ന് പറഞ്ഞ്. പുള്ളി നമ്മുടെ ചാത്തന്നൂർ പുതിയൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ ആ ഹോട്ടലിൻ്റെ വീഡിയോ ആണ് ഫസ്റ്റ് നിങ്ങളെ കാണിക്കാൻ പോണത്. ഞങ്ങളവിടെ പോയി ഫുഡ് കഴിക്കാൻ പോരുന്നത്. അപ്പോൾ നിങ്ങൾ പോയി ആ വീഡിയോ ഒന്ന് കണ്ടിട്ടോ. അങ്ങനെ ഗൈസ് ഞങ്ങളിത് ഇവിടെ ഹോട്ടലിലെത്തി. ആനന്ദേ ആരും ഇല്ല ലെളിയ ഹോട്ടലിൽ. മുതലാളിയില്ല. നമ്മൾ ആനയിക്കാൻ ആള് വേണം. അതാണ്, ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഗോഡ് ഫാദർ ഹോട്ടൽ. കണ്ടോ, ഈ ഗോഡ് ഫാദർ ഇവിടെ നടക്കുന്നുണ്ട്. ബൈപ്പാസിന്റെ ബൈറോഡ് വെക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ചുമ്മാ ചാടിക്കറി വരാൻ പറ്റത്തില്ല. കുറച്ച് കറങ്ങി വേണം വരാൻ ഗൈസ്. അപ്പോൾ ഇതാണ് പ്രശ്നം, ഇതാണ് ഇവിടുത്തെ. കണ്ടോ, ഇങ്ങനെ ഗ്രില്ല് പോലത്തെ സാധനം അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതുവഴി കയറാൻ പറ്റില്ല. കുറച്ച് അപ്പുറത്ത് പോയിട്ട് വേണം കറങ്ങി വരാൻ. ഇതിപ്പോൾ റോഡ് പണി റെഡി ആകുമ്പോൾ ഇത് ഓക്കെ ആവും. അങ്ങനെ ഞങ്ങൾ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് നൈസായിട്ട് ഹോട്ടലിൻ്റെ അകത്ത് കയറി. ഇവിടെ നമ്മൾ എത്തിയത് കുറച്ച് നേരത്തെ ആയി പോയി. അതുകൊണ്ട് അൽഫാം ഷവായൊക്കെ ആവുന്നുണ്ട്. പൊറോട്ടയും ബീഫ് റോസ്റ്റും ഉണ്ട്. നമ്മളെല്ലാവരും ലൈറ്റായിട്ട് 4 പൊറോട്ടയും 1 ബീഫ് റോസ്റ്റും പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ കൊണ്ടുവരും. ഞാൻ നേരത്തെ ലൊക്കേഷൻ പറഞ്ഞത് ചാത്തന്നൂർ നമ്മുടെ ഊറാമ്പിള എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഹോട്ടൽ. അപ്പം ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കയറാം. നല്ല ആംബിയൻസ് ആണ് ഇവിടെ. ഫുഡ് കഴിക്കാൻ നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് പോകണമെങ്കിൽ കയറുക. ഇനി ഫുഡ് കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡെല്ലാം എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിതെല്ലാം ഒന്ന് കഴിക്കട്ടെ. ബീഫ് ടിക്കയും ബീഫ് റോസ്റ്റും കഴിച്ചതിന് ശേഷം ഒരു അൽഫാമും കൂടെ കഴിക്കാമെന്ന് വെച്ച്. കണ്ട ഇടുക്ക് സാധനം ചക്രത്തൊക്കെ ചെയ്ത് പൊളി വിഷയ സാധനം കേട്ടോ. ഞാൻ ഈ അൽഫാം ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഞാനെല്ലാം ഞങ്ങൾ ഇവന്മാരെല്ലാം കുടിയൂറിയിരിക്കുന്നു. നല്ല ചൂട് അൽഫാം കണ്ട, നല്ല ക്രിസ്പി അൽഫാം. ശബ്ദം ചിലപ്പോൾ കണ്ട, നല്ല ഇടുക്ക് അൽഫാം ഇഷ്ടപ്പെട്ടോ. ജിഞ്ചർ ഇടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് കഴിച്ച് തീർത്തിട്ട് ഒറ്റ വെയിറ്റ്. ഗൈസ് അങ്ങനെ നിങ്ങൾ അച്ചോണൻ്റെ ഹോട്ടലിൻ്റെ വീഡിയോ ഉണ്ടല്ലോ ഗൈസ്. നമ്മുടെ ഊറാമ്പിളയിൽ എല്ലാം മാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഗോഡ് ഫാദർ റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ചാത്തന്നൂരുള്ള ചങ്ക് സബ്സ്ക്രൈബേഴ്സ് ഫുഡ് കഴിക്കണമെങ്കിൽ നേരെ അങ്ങോട്ട് പോവുക. ഞാൻ റെക്കമെൻഡ് ചെയ്യും, ഞാൻ 100% റെക്കമെൻഡ് ചെയ്യും. കാര്യം എനിക്കങ്ങ് അവിടുത്തെ ഫുഡ് അങ്ങ് ഇഷ്ടപ്പെട്ടു ഗൈസ്. സൂപ്പർ ഫുഡാണ്. നമ്മുടെ ചേട്ടൻ്റെ റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് പറയുമല്ല, ഇതൊരു പ്രമോഷൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ അല്ല. ഞങ്ങളുടെ പോയി ഫുഡ് കാണിച്ചാൽ നിങ്ങളെ കാണിക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തതാണ് ഗൈസ്. അപ്പോൾ അതായിരുന്നു ഒന്നാമത്തെ വീഡിയോ. ഇനി രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊരു പുതിയ വണ്ടി എടുത്തു ഗൈസ്. അപ്പോൾ അത് ഏത് വണ്ടിയാണ് എവിടെ നിന്നാണ് എടുത്തതെന്ന് അത് നിങ്ങളൊന്ന് കണ്ടിട്ടോ. അങ്ങനെ ഞങ്ങൾ എൻ്റെ ഷോറൂമിലെത്തി. നമ്മളിന്ന് വണ്ടി എടുക്കുന്ന TVS നിന്നാണ്. ഷോറൂമിലെത്തിയിട്ടുണ്ട് നമ്മൾ. റെഡ് ബി നടക്കുന്ന നമുക്ക് അകത്തോട്ട് പോവാം. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ ഉള്ളത് അഞ്ചല് TVSൻ്റെ ഷോറൂമിലാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ എടുക്കാൻ പോണ വണ്ടിയാണ് ഞങ്ങളുടെ എല്ലോ. ഇതാണ് ഞങ്ങളുടെ പുതിയ വണ്ടി. കണ്ടോ, ഇത് ആക്ച്വലി വണ്ടി എടുക്കുന്നത് അലിയനും വാവച്ചിയാണ് അല്ലേടി? യെസ്. അല്ലാതെ നമ്മുടെ വണ്ടിയുടെ നമ്പർ കണ്ട EL02BT 5341. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ മെമ്പർ, കുടുംബത്തിലെ പുതിയ മെമ്പറാണ്. എടുക്കുന്നത് ഇവിടെ അഞ്ചൽ TVSൻ്റെ ഷോറൂമിൽ നിന്നാണ്. TVS ഗുഡ് മോർണിംഗ് TVS അതാണ് ഷോറൂമിൻ്റെ പേര്.
അങ്ങനെ പുതിയ ആളും കൂടായി. ജോലി ചെയ്യണം. 28 ദിവസം കഴിയുമ്പോൾ ചരട് വരണം, എല്ലാവരും വരണമല്ലോ. അപ്പം ഇന്നോട്ട് ഇവൻ്റെ റോട്ടിലെ പര്യടനം തുടങ്ങിയാണ്. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥിയും കൂടെ വന്നിട്ടുണ്ട്. എൻഡോർക്ക്, അതാണ് നമ്മുടെ പുതിയ കുടുംബത്തിലെ പുതിയ അതിഥി. ഇതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൂടെ എടുത്ത കുഞ്ഞു വീഡിയോകളാണ്. ഒന്നും വ്ളോഗാക്കാൻ പറ്റിയില്ല. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഷോർട്ടായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിലോട്ട് പുതിയൊരു അതിഥി വന്നു. നമ്മുടെ കുടുംബത്തിലോട്ട് ഒരു വണ്ടി വരുന്ന വെച്ചാൽ നമ്മുടെ കുടുംബത്തിലോട്ട് പുതിയൊരു ആൾ വരുന്ന ഫീലാണ് ഞങ്ങൾക്ക്. അതാണ് ഗൈസ്. അപ്പം അതാണ് ആ ഒരു സന്തോഷം. അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ മൂന്നാമത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കുക്സ്, നമ്മുടെ ക്യാമറാമാൻ കം എഡിറ്റർ കം എല്ലാ കമ്മുമായ കുക്സ് മുടി വെട്ടി ഗൈസ്. അതിലെന്താണ് ഇത്ര അത്ഭുതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് അത്ഭുതമുണ്ട്. അപ്പോൾ എത്രയോ വർഷം കൊണ്ട് വളർത്തി സ്മൂത്ത് ചെയ്തതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടുള്ള മുടിയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാവിലെ പോയി വെട്ടിക്കളഞ്ഞത് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കൂടെ നിങ്ങളത് കണ്ടിട്ടോ. മിസ്റ്റർ കുക്കു, മുടി വെട്ടുന്നതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? കുറേ നാൾ ചെത്ത് കിടന്നില്ലേ, പിന്നെ ഡീസൻ്റ് ആവാം. എന്നാൽ പിന്നെ കയറിക്കോ, ധൈര്യമായിട്ട് കയറിക്കോ. സാക്കളെ, കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ കിടക്കുന്ന എല്ലാം കുക്കുവിൻ്റെ മുടിയാണ്. ഫൈനൽ ലുക്ക്. കരട നോക്കൂ. എന്താടാ എടാ, നോക്കി ഇങ്ങോട്ട് തിരിഞ്ഞാണ് നിന്നെ കാണട്ട്. ഇപ്പം ലുക്കായി. പക്ഷെ ആ മുടി നല്ലോണം ഇട്ടിരുന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറച്ച് വെട്ടി കളഞ്ഞിട്ട് ഇട്ടപ്പോഴേ ഇവനിപ്പോൾ ഇത് മതി, വളരുമല്ലേ ഇനി. ഞാൻ ഇടയ്ക്ക് വന്ന് പറഞ്ഞില്ലേ മുടി അങ്ങനെ ഇട്ടാൽ നല്ല രസം ഉണ്ടെന്ന്. അല്ല, അത് അത്ര വെച്ചിട്ട് ബോക്സ് ഉള്ളതിലല്ലേ. ഇപ്പോൾ നല്ല ലുക്കുണ്ട് കാണാം, കുഴപ്പമില്ല. കുക്കും അങ്ങനെ നീറ്റായി ഗൈസ്. ഇനി എൻ്റെ വീട്ടിൽ ചെല്ലാൻ പറയാം. വീട്ടുകാരടുത്ത് പറഞ്ഞിട്ടില്ലല്ലേ. ബാ. എൻ്റെ പൊന്നേ, നീന്തൽ പഠിക്കണമെന്ന് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഗൈസ്. പിന്നെ കുറേ കിടന്ന് കഷ്ടപ്പെട്ട് ഈ കാപ്പിൽ കായലിൽ തന്നെയാണ് ഞാൻ നീന്തൽ പഠിച്ചത്. ബാക്കി നീന്തൽ പഠിച്ചത് മൊത്തം സ്വിമ്മിംഗ് പൂളിലും. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ നീന്തൽ പഠിച്ചത് കാപ്പിലാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് നീന്തൽ പഠിക്കണമെന്ന്. ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. 2-3 ടൈപ്പിലൊക്കെ ഇപ്പോൾ നീന്താൻ അറിയാം. അത് വിട്, അതിൻ്റെ കാര്യം പറയാനല്ലല്ലോ വന്നത്. അപ്പം ഗൈസ് നിങ്ങൾ കണ്ടില്ല, നമ്മുടെ കുക്സ് അങ്ങനെ മുടിയും വെട്ടി. അവൻ കുറേ നാളായിട്ട് വളർത്തിയ മുടിയായിരുന്നു. അതപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അറിയണ്ടേ മുടി വെട്ടിയ കാര്യം. അതാണ് ഞാൻ വീഡിയോ ആക്കി ഇട്ടത്. അപ്പം ഗൈസ് അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഞാൻ ഒന്നുകൂടെ പറയുവാണ്, നമ്മുടെ ഗോഡ് ഫാദർ റെസ്റ്റോറൻറ്റ് മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒന്ന് അടിച്ചു പൊളിച്ച് എല്ലാവരോടും ഒന്ന് ആ ഒരു പ്രസ്ഥാനം ഒരു വൻ വിജയമാക്കി കൊടുക്കണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തെല്ലാം ഞാൻ പറയുവാണ്. പിന്നെന്തുവാ, അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ല വൈബുണ്ട് കേട്ടോ ഇവിടെ കുളിക്കാൻ രാവിലെ വന്ന്. അല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ ഇവിടെ വരുമ്പോൾ അത് ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് വേണം. സ്വസ്ഥമായിട്ട് നീന്താനൊന്നും പറ്റില്ല. ഇപ്പോൾ കണ്ട ഞാനും കുക്കും മാത്രമേ ഉള്ളൂ വെള്ളത്തിൽ. നല്ല സുഖമായിട്ട് നീന്താനും എല്ലാത്തിനും പറ്റും ഗൈസ്. ഞാൻ ആ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ വ്ളോഗ് ഇവിടെ നിർത്തുവാണ്. ഇനിയും ഇതുപോലുള്ളൊരു കിടിലൻ വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ കിരൺ ഫ്രം സെറ്റ് വ്ളോഗ്സ്. ടാറ്റ, ബൈ ബൈ, സി യു.